ഇവിടെ ഒരു ഇലക്ട്രിക് സ്റ്റെയർകേഴ്സിൽ കുട്ടിയുടെ കൈ കുടുങ്ങിയ കാഴ്ചയാണ് ഈ കാണുന്നത്. ഉടനെ തന്നെ ഷോപ്പ് ഉടമ സ്റ്റെയർകേഴ്സിന്റെ വർക്കിംഗ് ഓഫ് ചെയ്തുവെങ്കിലും കുട്ടിയുടെ കൈ അതിൽ നിന്നും എടുത്തു രക്ഷപ്പെടുത്തുവാനായി സാധിക്കാതെ എല്ലാവരും വളരെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. മാതാവിന്റെ ശ്രദ്ധക്കുറവിനാൽ സംഭവിച്ചതാണ് ഇവിടെ ഈയൊരു അപകടം. കുട്ടി ഇലക്ട്രിക് സ്റ്റെയർകേഴ്സിൽ കളിക്കുകയും ആ ഇറങ്ങി വരുന്ന ഗ്യാപ്പിൽ കുട്ടിയുടെ വിരൽ കൊണ്ടുപോയി ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ കുട്ടിയുടെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുകയും ആയിരിക്കാം ചെയ്തിട്ടുണ്ടാകുക. ഇത്തരത്തിൽ എല്ലാ ഇലക്ട്രിക് സ്റ്റെയർകേഴ്സിലും ഇലക്ട്രിക്കലായി വർക്ക് ചെയ്യുന്ന എല്ലാറ്റിലും അതിൻ്റെ വർക്കിങ്ങിൻ്റെ ഭാഗമായി ചെറിയ ചെറിയ ഗ്യാപ്പുകൾ എല്ലാവിടെയും വിട്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ കുട്ടികളുടെ വിരലുകളൊക്കെ അതിൽ ഇറങ്ങിപ്പോകാൻ വളരെ സാധ്യതയും കൂടുതലാണ്. കാരണം കുട്ടികളുടെ വിരൽ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതിനാൽ പെട്ടെന്ന് തന്നെ അവരുടെ വിരലുകൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനി നിങ്ങളുടെ കുട്ടികൾക്കും വരാതിരിക്കുവാനായി ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. ഇതിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഓരോരുത്തരും ഓടുവാനായിട്ട് വീട്ടിൽ ഓടാനുള്ള മെഷീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിലും ഇത്തരത്തിൽ തന്നെയാണ് പ്രവർത്തനം നടക്കുന്നത്. ചെറിയ ചെറിയ ഗ്യാപ്പുകൾ അതിലും ഉണ്ടാകാം. കുട്ടികൾ അതിലും കൊണ്ടുപോയി വിരലിട്ടാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുട്ടികൾക്കും ഇതേപോലെ വരാതിരിക്കട്ടെ. ഇവിടെ നിന്നും ഇനി കുട്ടിയെ രക്ഷിക്കണമെങ്കിൽ ഇതിൻ്റെ ടെക്നീഷ്യൻ വരേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഫയർഫോഴ്സുകാർ വന്ന് അവർ രക്ഷിക്കണം ഈ കുട്ടിയെ. അതിനാൽ ഓരോരുത്തരും ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുട്ടികൾക്കും ഇതേപോലെ വരാതിരിക്കുവാനായി. അപ്പോൾ വേറെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.